चाहते थे कि सारे के सारे ऑपोजिशन एमपीज इंडिया गेट जाएं, उन्होंने मना कर दिया, रोक दिया। फिर हमने कहा कि 30 जनवरी जाना चाहते हैं। यहाँ पे इन्होंने ये बस लगा दी है और यहाँ पे ये बस लगा दी है और ड्राइवर मतलब निकल के छोड़ दिया बस को। यहाँ पे हम आगे नहीं जा पा रहे हैं। बट मेन मैसेज है स्टूडेंट्स को, आपके साथ है और जो आपके साथ हो रहे हैं जनवरी मार्च जाना चाहते थे। सिंबॉलिकली गांधी जी की असैसिनेशन स्पॉट है, इसलिए वो शायद अब खोल रहे हैं। लेकिन गांधी स्मृति में जाके क्या बात है, क्या रास्ता खुल रहा है? पता नहीं second bus is there. After that there is barricade. So പ്രതിഷേധ സൂചകമായി ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പി ബാലഗോപാലുണ്ട്. ബാലു, ഇനി എന്താണ് ഈ എംപിമാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? ശ്രീജ, വാഹനം രാഹുൽ ഗാന്ധിയുടെ വാഹനം മുന്നോട്ട് പോവുകയാണ്. പോലീസ് പിന്മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്മാറാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ വാഹനം തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് ആ വാഹനം മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാരിക്കേഡുകൾ ഇപ്പോൾ നിലവിൽ പോലീസ് മാറ്റിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വിട്ടുവീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഒരു കാരണവശാലും ഈ വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ വാഹനം മുന്നോട്ട് കടന്നു പോവുകയാണ്. ഈ ഗാന്ധി സ്മൃതിയിലേക്ക് ഈ വാഹനം പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് ഏതാണ്ട് 20 മിനിറ്റോളം വലിയ തോതിലുള്ള ഒരു ബാരിക്കേഡ് ഇവിടെ നടന്നിരുന്നു. പോലീസ് ആരുടെയും വാഹനം കടത്തിവിടാൻ വേണ്ടി അനുവദിക്കില്ലായിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, എന്ത് വന്നു കഴിഞ്ഞാലും തങ്ങൾ മുന്നോട്ട് എന്ന നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ആ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വാഹനം മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ വാഹനം അടുത്തത് 30 ജനുവരി മാർക്കിലേക്ക് 30 ജനുവരി മാർക്ക് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് പ്രശസ്തമായ ഈ ഗാന്ധി സ്മൃതിയിലേക്ക് ഈ വാഹനം മുന്നോട്ട് പോവുകയാണ്. ഈ വാഹനം നിലവിൽ ഇപ്പോൾ ഈ കൃഷ്ണമേനോൻ മാർഗിലേക്ക്, അതായത് അമിത്ഷായുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തേക്ക് പോവുകയാണ്. മുന്നിൽ ഈ വാഹനത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നീണ്ട നിര നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനത്തിനോടൊപ്പം മാർച്ച് ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ബസ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി